Such a great gesture. We have Najeeb and his entire family. അപ്പോൾ ഈ ഒരു പരിപാടി നടക്കാൻ കാരണമായത് എന്ത്, ഇങ്ങനെ ഒരു തോട്ട് വന്നത് എന്ത്, അല്ലെങ്കിൽ ഇവരെയൊക്കെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നതിന്റെ ഒരു ഹോൾ സംഭവം നമുക്കൊന്ന് ചുരുക്കി പറയാം. ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് നജീബ് ഖാന്റെ സ്റ്റോറി നേരത്തെ നൈല ഉഷ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും കണ്ടതാണ്. നൊമ്പരം, പ്രവാസിയുടെ നൊമ്പരമാണ് ശരിക്കും. അപ്പം വീണ്ടും ഒരിക്കൽ കൂടി പ്രവാസത്തേക്ക് വന്ന് ഇപ്പം നജീബ് ഖാനെ ഇപ്പം ഇതുവരെ നമ്മൾ കണ്ടത് ഇപ്പൊ നോവലിൽ വായിച്ചു, അവിടെ എൻഡ് കഴിഞ്ഞു. അതിനുശേഷം എന്താണ് നജീബ് ഖാൻ എന്ന് പലർക്കും അറിയില്ല. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് നജീബ് ഖാന്റെ ജീവിതം നല്ല രീതിയിലേക്ക് മാറണം. ഇനി ദുബായ് ഗൾഫ് ജീവിതത്തിന്റെ ഒരു ലക്ഷറി ലൈഫ് കൂടെ കാണിക്കണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ദുബായിലേക്ക് കൊണ്ടുവന്നത്. അപ്പോ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രോഗ്രാം ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം നാളെ വരുന്ന ദിവസങ്ങളിൽ കുറെ ഇപ്പം ഡിസർട്ട് സഫാരി, മുസാണ്ടം, അതുപോലെ തന്നെ UAE അട്രാക്ഷൻസ് ഒക്കെ പോകുന്നുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്, ഇന്ന് ഒരു 4 മണിയോടുകൂടി ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടി അദ്ദേഹത്തെയും കൂടെ ഒരു മസ്രയിലേക്ക് പോവുകയാണ്. അദ്ദേഹം അനുഭവിച്ച ജീവിതത്തിലേക്ക് തിരിച്ചൊരു യാത്ര. അപ്പൊ മക്കളെയും ഭാര്യയും മകന്റെ ഭാര്യ, മകള് എല്ലാവരും ഉണ്ട്. കാരണം ഇതുവരെ അവർക്ക് ഇതൊക്കെ സിനിമയിൽ കണ്ടും വായിച്ചുള്ള ഒരു സംഭവം പറഞ്ഞു കേട്ടതുള്ളൂ, അവർ പോയിട്ടില്ല. അപ്പൊ അവർക്കൊരു റിയൽ ലൈഫ് ഇതാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് മധുരയിൽ പോയി വിഷമിക്കും, അവിടെ പോയി കണ്ടു, ഒന്നും കൂടെ അവർക്ക് വിഷമം. അല്ലല്ല, അത് കേട്ടതിൽ നിന്നും അദ്ദേഹത്തിന് വായിൽ നിന്ന് കേൾക്കുമാർക്ക് അറിയാൻ പറ്റും ഇതായിരുന്നു ഉപ്പ അനുഭവിച്ച വേദന. അത് അവർക്ക് അറിയണം എന്നുള്ളത്. കാരണം ഞാൻ എപ്പോഴും പ്രവാസികളുടെ കഷ്ടപ്പാട് മറ്റുള്ളവരോട് അനുഭവിക്കുമ്പോഴാണ് അവർക്ക് അറിയില്ല എന്താണ് അതിന്റെ പെയിൻ എന്നുള്ളത്. അപ്പൊ പെയിൻ നേരിട്ട് അത് റിയൽ ഹീറോ എന്താണ്, റിയൽ ഹീറോയിൽ നിന്നും റിയൽ ഹീറോയിലേക്കുള്ള ഒരു യാത്ര. അതിനുശേഷം പിന്നെ ഒരു എന്താ പറയുക, ബുർജ് ഖലീഫയിലേക്കുള്ള ഒരു യാത്രയാണ്. ബുർജ് ഖലീഫ വിസിറ്റ് ചെയ്യുന്നു, അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട്, അവിടെയൊക്കെ വിസിറ്റ് ചെയ്തു. ഇന്നത്തെ ദിവസം ഒന്ന് അടിച്ചു പൊളിക്കുക. പിന്നെ നാളെ തൊട്ട് പിന്നെ ബാക്കിയുള്ള ഡിസർട്ട് സഫാരി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക. തിരിച്ചു പോകുമ്പോഴേക്ക് ഇവരുടെ മനസ്സും എന്താ പറയുക, എല്ലാവർക്കും ഇവിടെ പലരും കാണാൻ ആഗ്രഹിച്ചവരുണ്ട്, അവർക്ക് വേണ്ടി ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് കാണാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം വേണ്ടി ഒരു ഹാള് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംബന്ധിക്കാനും, പ്രവാസികളെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നജീബ് ഖാനെ കാണട്ടെ. നജീബ് ഖാൻ പ്രവാസ ലോകം, ഇപ്പോഴത്തെ പ്രവാസ ലോകം കണ്ട് 20 വർഷങ്ങൾക്ക് ശേഷം ഇപ്പം കാണുന്ന ദുബായ് എന്താണെന്ന് കാണട്ടെ. 20 വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? അതിനുശേഷം 30 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് പിന്നെ ഈ ദുബായിലേക്ക് വന്നിട്ടുണ്ട്. ശരിയാ. ഈവൻ വൈഫിന്റെ പാസ്പോർട്ട് എമർജൻസി എടുക്കായിരുന്നു ഞാൻ, എടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മളൊരു ഇതുണ്ടല്ലോ, അപ്പം വൈഫിന്റെ എപ്പോഴും ബാക്കി മക്കള് വിദേശത്താണ്. അതായത് ഒരു മരുമകൻ സൗദിയിൽ വർക്ക് ചെയ്യുന്നു, മകൻ മസ്കറ്റിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ എല്ലാരും വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നു. നമ്മൾ നജീബ് ഖാനിലേക്ക് വരുന്നതിന് മുമ്പ് മകനിൽ നിന്ന് നമുക്ക് കൂടെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ കണ്ണുകളാണ്. അച്ഛന്റെ കണ്ണുകളാണ് 2 മക്കൾക്കും കിട്ടിയിരിക്കുന്നത്, മോൾക്കും അതെ മകനും അതെ. മസ്കറ്റിൽ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ അവധി സമയത്ത് നാട്ടിലുണ്ടായിരുന്നോ? അല്ല, കുഞ്ഞു മരിച്ചിട്ട് അർജന്റായിട്ട് വന്നതായിരുന്നു. ശരി. അപ്പൊ ഇപ്പൊ അതിനുശേഷം പിന്നെ പോയിട്ടില്ല, നാട്ടിൽ തന്നെ ആയിരുന്നു. അതിനുശേഷം നമ്മളിപ്പോഴാണ് വരുന്നത് ഇങ്ങോട്ട്. ഓക്കെ. വൈഫും ഇവിടെ ഉണ്ട്, നമുക്ക് വൈഫിന്റെ അടുത്ത് സംസാരിക്കാം അടുത്ത ഒരു സെഷനിൽ. പക്ഷെ ഇന്നിപ്പോ എല്ലാവരും ഒരുപക്ഷെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പൊ കാത്തിരിക്കുന്നത് നജീബ് ഖയുടെ, നമുക്ക് യഥാർത്ഥ പേര് കൂടെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. നജീബ് എന്ന് നമുക്ക് പുസ്തകത്തിലും സിനിമയിലും അല്ലേ? നജീബ് തന്നെയാണ്. ശരി, അപ്പൊ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. എപ്പോഴും മുഖത്ത് ഇങ്ങനെ ഭയങ്കര ഒരു സ്ഥായിയായ ഭാവം എപ്പോഴും ദുഃഖമാണോ, അതോ ഇത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയാണ്? ഞാൻ പലപ്പോഴും ഞാൻ ഇന്റർവ്യൂ ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ എപ്പോഴും ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പോലെയോ, അല്ലെ ഇങ്ങനെ വൈഫിനോട് എപ്പോഴും ഇങ്ങനെ സ്ഥായിയായ ഭാവം ഇത് തന്നെയാണോ, ദുഃഖമാണ്? ചിന്തിച്ചോണ്ടിരിക്കുന്ന പോലെ ഇരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും, നമ്മൾ പറയുന്നത് എന്തോ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് എന്തോ ചിന്തിച്ചോണ്ടിരിക്കാം. സന്തോഷിക്കണം അല്ലേ? അപ്പൊ ചെറുതായിട്ട് ഇപ്പൊ ചിരിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ നജീബ് ഖാൻ ദുബായ്, നമ്മളിപ്പം സിനിമ കണ്ടപ്പോഴത്തേക്കും തുടങ്ങിയപ്പോഴേക്കും സൗദിയിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പക്ഷെ ദുബായ് എയർപോർട്ടും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വന്നിറങ്ങുന്നു. നമുക്ക് ഭാഷ അറിഞ്ഞൂടാ, വിളിക്കുന്ന ആളുകൾ ആരാന്ന് അറിഞ്ഞൂടാ. അപ്പൊ അന്ന് അവിടെ സൗദിയിൽ വരുന്ന സമയത്ത് നമുക്ക് മലയാളം മാത്രമേ അറിയൂ, ഹിന്ദിയും അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, ഹിന്ദി എന്തായാലും അറിയില്ല, അറബിക്കും നമുക്ക് അറിഞ്ഞൂടെ. എന്നാലും നമ്മൾ ചെറിയ അറബിക് വാക്കുകളൊക്കെ നമ്മൾ ഈ ഖുറാൻ വായിക്കുന്നത് കൊണ്ട് കുറച്ചൊക്കെ അറിയായിരിക്കും അല്ലേ? അറിയാം. ഓക്കെ. അപ്പൊ അന്ന് ഈ സിനിമ നമ്മൾ വന്നു, നമ്മൾ ഈ സിനിമയിലൂടെ എല്ലാം കണ്ടു. ഇപ്പൊ അതൊന്നും നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് ചോദിക്കുന്നില്ല. പക്ഷേ ഇപ്പോ കറന്റ്ലി ഇപ്പം നാട്ടിലെ വീട്ടില് അപ്പം ആരൊക്കെയാണ് സ്ഥിരമായിട്ട് വീട്ടിലുള്ളതെന്ന് പറയൂ. ആദ്യമായിട്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങളിപ്പോൾ ഇത്രയും പേരെയും ഈ ദുബായ് സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ ഞങ്ങളെ സഹായിച്ച സ്മാർട്ട് ട്രാവൽസിന്റെ അഫീൽ അഹമ്മദിക്കാക്ക് എന്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. കാരണം ഞങ്ങളെ വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് ഞങ്ങളെ ഇപ്പൊ ഇവിടോട്ട് കൊണ്ടുവന്നത്. കാരണം പാസ്പോർട്ട് എത്രയും പെട്ടെന്ന് അതെല്ലാം റെഡിയാക്കി ഞങ്ങൾ ഈ സ്മാർട്ട് ട്രാവൽസിന്റെ MD ആയ
അഫീക്ക കൊണ്ടുവന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമാണ്. തീർച്ചയായിട്ടും. എന്റെ ഭാര്യ ഇതുവരെ വെളിരാജ്യം കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പൊ അന്ന് ഞാനിപ്പോഴ് പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടും എനിക്കൊരു ദുഃഖം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളെല്ലാരും പോയി ഫ്ലൈറ്റിലൊക്കെ കയറി വന്നിട്ടുണ്ട്. പക്ഷെ മകൻ പോയിട്ടുണ്ട്, മരുമകൻ പോയിട്ടുണ്ട്, മോളും പോയിട്ടുണ്ട്, എല്ലാവരും പോയിട്ടുണ്ട്. എന്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ നല്ല അവസരം കിട്ടിയതിനകത്ത് വളരെ സന്തോഷിക്കുന്നു. അതെ 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 അതെ. അപ്പൊ അങ്ങനെ ദുബായിലേക്ക് എത്തി. പണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ സൗദിയിൽ വന്ന ഒരു പഴയ എയർപോർട്ട് പോലെ ഒന്നല്ല ദുബായിയുടെ എയർപോർട്ടൊക്കെ ഭയങ്കര സംഭവമാണ്. ഇപ്പൊ ഇറങ്ങി ഇതുവരെ മരുഭൂമി കണ്ടേ കാണൂലായിരിക്കുമല്ലോ. ഇവിടുത്തെയോ? ഇവിടുത്തെ മൊത്തം കെട്ടിടങ്ങളും അതൊക്കെ അല്ലേ കണ്ടുള്ളൂ. ഞാൻ എന്റെ ഇടയ്ക്ക് ബഹ്റൈനിലൊന്ന് പോയായിരുന്നു. അതറിയാം. അപ്പൊ അവിടെ മരുഭൂമി ഇല്ല, അവിടുത്തെ സംബന്ധിച്ച് മരുഭൂമി അവിടെ ഇല്ല. അപ്പൊ നമ്മളിപ്പോ നാളുകൾക്ക് ശേഷം ഈ നടക്കാൻ പോകുന്ന പരിപാടിയിലാണ് മരുഭൂമി കാണാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ അത് കാണാൻ പോകുമ്പോഴത്തേക്ക് മനസ്സിനുള്ളിൽ ഇങ്ങനെ ഒരു ഞാൻ നടന്നു ഇതിപ്പോഴും എന്റെ മനസ്സിലിങ്ങനെ ഉണ്ട്. പിന്നെ ഇപ്പൊ എന്തായാലും ഞങ്ങൾ എന്റെ കുടുംബക്കാരെല്ലാരും ഞാൻ അനുഭവിച്ച എന്റെ ഒരു ചെറിയ ഭാവം ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ മറ്റേത് ഇവിടെ രാജ്യത്ത് ഞാൻ കണ്ടിട്ടില്ല, അതും അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ അത് ഇവിടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ സംസാരിച്ചിട്ടുള്ളപ്പോ ഇവരൊക്കെ ഇപ്പം നജീബ് ഇപ്പൊ അന്ന് ചെയ്തിരുന്ന പോലെ ജോലി ചെയ്യുന്നവര്, അവർക്ക് ഇപ്പൊ പുറത്ത് പോകാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അവർ പുറത്ത് പോകുന്നു, ഒരു ഫോൺ കാർഡ് മേടിക്കുന്നു, വീട്ടിൽ വിളിച്ച് സംസാരിക്കുന്നു, റേഡിയോ കേൾക്കുന്നവരാണ്. കാരണം അവിടെ റേഡിയോയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് കണക്ഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഫോണ് പോയിട്ട് കുറച്ച് ദൂരത്തെ ഒരു ക്യാമ്പിൽ പോയിട്ട് ചാർജ് ചെയ്യുന്നു. പിന്നെ ഇടയ്ക്ക് അവർക്ക് അബുദാബിയാണ് കുറച്ചുകൂടെ അടുത്ത്, അവിടെ പോയിട്ട് അവർ സിനിമ കാണും ഇടയ്ക്ക്. അപ്പം അങ്ങനെയൊക്കെ പറയും. അപ്പം നജീബ് ക അനുഭവിച്ച അത്രയും വലിയൊരു കഷ്ടപ്പാട് ഇന്ന് ഈ ജോലി ചെയ്യുന്നവരാരും അനുഭവിക്കുന്നില്ല. അപ്പം അത് കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവണം, ഇന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 30 വർഷത്തിന് മുമ്പ് ഉള്ളൊരു സെറ്റപ്പിലായിരുന്നു നജീബ് ക ഉണ്ടായിരുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ഈ ആടുജീവിതം പുസ്തകമൊക്കെ വായിച്ചതിന് ശേഷം നമ്മൾ എപ്പോഴെങ്കിലും ഈ ഡെസേർട്ടിൽ ഈ ക്യാമ്പിന് നമ്മൾ ഡ്രൈവിന് പോകുമല്ലോ, അപ്പോൾ നമ്മൾ ദൂരെ ഒരു സ്ഥലം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നജീബിക്കെ പോലെ ആരോ ഇപ്പം അതിനകത്തുണ്ടായിരിക്കുമല്ലോ എന്ന് നമ്മൾ അറിയാതെ ഇങ്ങനെ വിചാരിക്കും. പിന്നെ ഒരുപാട് ഈ നോമ്പ് സമയത്തൊക്കെ അവിടെ പോയിട്ട് ഇഫ്താർ കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ആഫിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് ക്യാമ്പ്സ് ഉണ്ടാവും ഇതുപോലെ അല്ലേ? ഇവർ അത് ഡെസേർട്ടിനകത്ത് താമസിച്ച് അവിടുത്തെ ജോലി ചെയ്യുന്നവര്. യെസ്, അവിടെ ഈ എസിയോ കറണ്ടൊന്നും ഇല്ലാണ്ട് താമസിക്കുന്ന പലരും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഇതിന് ഇഫ്താർ ഗിഫ്റ്റ് ഗേറ്റ് ആയിട്ട് നമ്മൾ പോകാറുണ്ട്. അതൊരു സാമൂഹിക സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഒരു മനസ്സിന് വല്ലാത്ത നൊമ്പരമാണ്. പക്ഷെ അപ്പോഴേക്കാണ് ഇപ്പോഴും അത് കാണുമ്പോൾ നജീബ് ഖാനാണ് മുഖം വരിക. മുമ്പ് അങ്ങനെ ഒരു മുഖം ഉണ്ടായിരുന്നില്ല. മുമ്പ് പലരുടെയും മുഖം ഓർമ്മ വരും. ഇപ്പൊ എന്ത് കണ്ടാലും അത് അന്തരം മുഖം കാണാൻ നജീബ് ഖാന്റെ മുഖം ഓർമ്മ. അപ്പൊ അതിനൊരു മുഖം തന്നു. നജീബ് ഖാൻ അങ്ങനെ കാണുമ്പോഴേക്കും മരുഭൂമിയിൽ ആരൊക്കെ ഒറ്റപ്പെട്ട് കണ്ടാലും അവിടെ ഒരു നജീബ് ഖാന്റെ മുഖം. മാത്രല്ല എനിക്ക് ഈ സിനിമയ്ക്ക് ശേഷം നമുക്കുണ്ടായ ഒരു സംഭവമാണ്, സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ സൈഡിൽ പോപ്കോണും വെള്ളവും അതൊക്കെ ഉണ്ടല്ലോ. എനിക്ക് വെള്ളം കുടിക്കാൻ ഒരു കുറ്റബോധമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ. ഞാൻ വെച്ചാൽ ഒരു മനുഷ്യൻ ഇതിവിടെ അനുഭവിക്കുന്ന കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ പോപ്കോണും ജ്യൂസൊക്കെ കഴിച്ചുകൊണ്ടിരുന്നാണല്ലോ കാണുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഡെസേർട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ നിന്ന് വണ്ടിക്ക് കൈ കാണിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ മനസ്സിലൊന്നും കൂടെ ഒന്ന് ആലോചിക്കും അല്ലേ, അവർക്കൊന്ന് നിർത്തി വേണമെങ്കിൽ അവരോട് നമുക്കൊന്ന് ചോദിക്കാം, എവിടെയെങ്കിലും ആക്കി കൊടുക്കണോ, ഒന്ന് ഹെൽപ്പ് ചെയ്യണോ, അങ്ങനെയൊക്കെ എല്ലാവരുടെയും മനസ്സിൽ പുതിയ ചോദ്യങ്ങൾ വന്നു തുടങ്ങി. മറ്റേത് നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവാണല്ലോ. ഇന്നിപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതം അറിയാമെന്നുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങി. ഇന്ന് പ്രവാസികൾ മുഴുവനും ഈ പറയുന്ന പോലെ നാട്ടിലുള്ള എല്ലാവരും ഇതെന്താ താങ്കളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിലും പ്രവാസികൾക്ക് പ്രത്യേകിച്ചും, അതായത് നാടും വീടും ഒക്കെ വിട്ട് മാറി നിന്ന് അങ്ങനെ ഒരു ജീവിതം നയിക്കുന്നവർക്ക്, ഇന്ന് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും നാട്ടിൽ വിളിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്വന്തം വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ടാവില്ല, പിന്നെ നമുക്ക് ഇവിടുന്ന് വിളിക്കാൻ അന്നത്തെ പോലത്തെ മൊബൈൽ കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഈ പറയുന്ന പോലെ ആരെങ്കിലും ഒരു ഫോൺ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബൂത്തിൽ പോയിട്ട് ക്യൂ ഒക്കെ നിന്നിട്ടായിരിക്കും അന്ന് എല്ലാവരും നാട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നജീബ് ഖയുടെ ഒരു വാർത്ത പോലും അറിയാതെ എത്ര നാളായിരുന്നു വീട്ടുകാർ നിന്നിരുന്നത്. നമ്മൾ സിനിമയിൽ കാണുന്നതിനെ അത് വിട്ടിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ എത്ര നാൾ ഇവർ അവിടെ നിന്ന് ഇവിടേക്ക് വന്നതിന് ശേഷം പിന്നെ നജീബ് ഖയുടെ ശബ്ദം കേൾക്കുന്ന എത്ര നാൾക്ക് ശേഷമാണ്? ഞാനങ്ങനെ അവിടെ പോയി മരുഭൂമി പെട്ട് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പാകിസ്ഥാനി പോച്ചയായിട്ട് അവിടെ വന്നു. അപ്പോൾ പോച്ചയായിട്ട് ഇങ്ങനെ വലിയ വണ്ടി വന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഇറക്കി ഞാൻ വണ്ടി കണ്ടോണ്ട് ഇങ്ങനെ കൈ കാണിച്ച് ആടിന് കൊടുക്കാനുള്ള പുല്ലും കൊണ്ട് വന്നതാണ്. അപ്പോൾ ആ പാകിസ്ഥാനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ അപ്പട്ട് കിടക്കുന്നതായിട്ട് ആ പുള്ളിക്ക് മനസ്സിലായപ്പം എന്നെ കൈവൊക്കെ ഇങ്ങനെ കാണിച്ച് ഞാനും കൈവൊക്കി. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അറബി ഇങ്ങനെ വന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞു, കുറച്ച് ആടുമായിട്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ 2 കത്ത് അന്ന് എഴുതി കൊടുത്തിട്ട് അത് അയച്ചിട്ടില്ലായിരുന്നു. കത്ത് എഴുതി കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ അഡ്രസ്സ് എഴുതി ഞാനിതുപോലെ അകപ്പെട്ട് കിടക്കുവാണ് അങ്ങനെയൊക്കെയുള്ള 5-6 വാക്കൊക്കെ എഴുതി ഇങ്ങനെ കൊടുക്കാൻ എന്നിട്ട് അത് കൊടുത്തിട്ടില്ല. ആർക്ക് കൊടുത്തില്ല? അയക്കാൻ പുള്ളിയുടെ കൊടുത്തിട്ട് അത് പുള്ളി വലിച്ചേറി കളഞ്ഞു. നമ്മുടെ അത് നോക്കാൻ അതിന്റെ ഓണർ വലിച്ചേറി കളഞ്ഞു. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോഴേ ഇതുപോലെ ഈ പാകിസ്ഥാനി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനിപ്പോൾ കൈകൊണ്ട് കാണിച്ച്
അപ്പോൾ ഈ അറബി എന്നെ അത് കണ്ട് ഞാനുമായിട്ട് ആളിങ്ങനെ കായ്പൊക്കെ കാണിക്കുന്നു. അപ്പോൾ ഉടനെ ഓടി വന്നിട്ട് അതിനെ കൊണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു, ആടുമായിട്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അപ്പോഴും ഞാനന്നേരം പെട്ടെന്ന് എൻ്റെ ബാഗിനകത്തൊരു കത്ത് എഴുതി വെച്ച് നേരത്തുകൊണ്ട് ഇങ്ങനെ കൊണ്ട് കാണിച്ചപ്പം ആ പാകിസ്ഥാൻ പറഞ്ഞു അങ്ങോട്ട് മാറ്റി വഴങ്ങാൻ ഇട്ടേക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് അങ്ങോട്ട് മാറ്റി ഇട്ട്. അപ്പോഴാ കത്ത് ഞാനന്നേരം പുള്ളി അത് എടുക്കുമെന്നും ഒന്നും എൻ്റെ മനസ്സിലില്ല. എന്തായാലും അത് നല്ലൊരു മനുഷ്യനായതുകൊണ്ട് അയാൾ എടുത്തുകൊണ്ട് പോയത് സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് നാട്ടിലേക്ക് അയച്ചു. അങ്ങനെ 3 മാസമായപ്പോൾ ഞാൻ ഇതുപോലെ അവിടെ പെട്ടിട്ടുണ്ടെന്ന് വീട്ടുകാരറിഞ്ഞ്. അപ്പം ഞാൻ വരുമ്പം എൻ്റെ 8 മാസം ഗർഭിണിയായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് കയറുമ്പോൾ. അപ്പോൾ ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു വിവരം എന്തെങ്കിലും ഒന്ന് അറിയിപ്പിക്കണ്ടേ. അപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അന്നേരം അങ്ങനെ ആ 3 മാസത്തിൽ അതുപോലെ ഇപ്പം ഈ ഒരു കത്ത് അവിടെ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അവിടെ കിട്ടി. അത് കിട്ടി. നമ്മുടെ വിഷമങ്ങളൊക്കെ എഴുതിയിരുന്നോ അതിനകത്ത്, അതോ ഞാനിവിടെ ഉണ്ട് എന്നുള്ള കാര്യമാണോ എഴുതിയത്? എൻ്റെ വിഷമം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ഗർഭിണിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് കൂടുതലായിട്ടൊന്നും വലുതായിട്ടുള്ള ക്രൂരമായിട്ടൊന്നും എഴുതിയില്ല. പിന്നെ ഞാനിതുപോലെ അവിടെ ഒപ്പിട്ട് പോയി ആടുമേയ്ക്കലാണ്, രക്ഷപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എങ്കിലും ഞാൻ രക്ഷപ്പെട്ട് അവിടെ വരും എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി ഇതായിട്ടാണ് എഴുതിയത്. അല്ലാതെ എന്നെ മർദ്ദനങ്ങളും ഒന്നും മറ്റൊന്നും ഞാൻ എഴുതിയില്ല. അങ്ങനെ ആ കത്ത് 3 മാസം കഴിഞ്ഞ് അവിടെ കിട്ടി. അപ്പോൾ ആ കത്തിലൂടെ ഇച്ചിരി വിവരം അറിഞ്ഞപ്പോൾ അന്ന് പ്രസവിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ അപ്പം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അന്നേരം ഒരു ശകലം മനസ്സമാധാനം കിട്ടി. പിന്നെ പ്രസവിച്ച ആൺകുഞ്ഞായിരുന്നു. പിന്നെ എൻ്റെ വൈഫ് എന്നെക്കാട്ടി ഒരുപാട് കഷ്ടതകളും ത്യാഗങ്ങളും എല്ലാം അനുഭവിച്ചു. പിന്നെ ഞാൻ അനുഭവിച്ചത് മസലാണെങ്കിൽ എൻ്റെ വൈഫ് അനുഭവിച്ചത് വീട്ടിലാണ്. അതെ 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 അതെ. ഒന്ന് ആളെ നമുക്ക് ആ കസേരയിലോട്ടൊന്ന് ഇരുത്താം. ഇദ്ദേഹം അന്ന് ജനിച്ച മകൻ. അപ്പൊ അന്ന് നമ്മള് ഒരു കത്ത് എഴുതുകയാണ്. ഈ കത്ത് അവിടെ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയില്ല. പക്ഷെ നമ്മള് രണ്ടും കൽപ്പിച്ച് ഒരു കത്ത് എഴുതുന്നു. കുറെ കത്തുകൾ കീറിക്കളയപ്പെടുന്നു. അതിലൊരു കത്ത് എങ്ങനെയൊക്കെയോ ആരുടെയോ ഒരു സഹായത്തോടു കൂടി നാട്ടിലേക്ക് എത്തുന്നു. ഈ കത്ത് എത്തുകയാണ് നമ്മുടെ നജീബുക്കയുടെ വൈഫിന്റെ അടുത്തേക്ക്. അതൊന്ന് മൈക്കിന്റെ അടുത്തേക്ക് വരൂ. അപ്പൊ നാളുകൾക്ക് ശേഷം ഈ പറയുന്ന പോലെ നമ്മള് ക്യാരിങ് ആണ്. അത്രയും ഭയങ്കര സ്നേഹത്തിലിരുന്ന്. നജീബ് ആക്ച്വലി അവിടെ എന്ത് ജോലിക്കായിരുന്നു പോയത്? ഈ ജോലിക്കല്ല, സൂപ്പർ മാർക്കറ്റിലേക്കാണ് പറഞ്ഞത് ഞാൻ പോയത്. സൂപ്പർ ഹെൽപ്പിങ്ങിന് വേണ്ടിയിട്ട് അവിടെ എന്റെ ഒരു ബുദ്ധിമോശക്കുറവ് കൊണ്ട് സംഭവിച്ചാണിത്. മാറിപ്പോയി. പുള്ളി ഇങ്ങനെ വന്ന് ചോദിച്ചു, ഞാൻ കൊടുത്ത് കയറാൻ പറഞ്ഞു. എൻ്റെ അല്ലാന്ന് പറഞ്ഞ് ഞാൻ കയറിക്കൊണ്ട് പോയി. പക്ഷേ എനിക്ക് അങ്ങനെ ഈ 1 കോടി ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാളെ ഇങ്ങനത്തെ ആൾക്കാരുടെ അവിടെ കാണത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാം നല്ല ആൾക്കാരാണ്. പക്ഷെ ഞാൻ ചാടി വന്നപ്പോഴും നല്ല രീതിയിൽ ആടിനെ വളർത്തുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഓ ശരി ശരി. നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ തന്നെ അടുത്ത ക്യാമ്പുകളൊക്കെ റോഡ് സൈഡില്. ഓ ശരി ശരി ശരി. അവർക്കൊക്കെ ഭക്ഷണം ഉണ്ട്. നമ്മൾ ഈ ശരിക്കും അവിടെ ആടിനെ വളർത്തുന്ന എന്തിനാ? ഈ സിനിമയിൽ കണ്ടപ്പോ ഈ ആടിനൊക്കെ അവരെന്തിനാണ് സെയിൽ ചെയ്യാൻ. അവരുടെ ഒരു വരുമാനം അത്. ഓ നമ്മൾ ആടിനെ നോക്കി വന്നിട്ട് ഇവർ ഈ ആടുകളെ കൊണ്ടുപോകും. അടുത്ത ഒരു 3 മാസം കഴിയുമ്പോൾ ഈ ആടുകളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകും, അങ്ങനെയാണോ? അല്ലല്ല, ഇതിപ്പോ ആഴ്ച വണ്ടി കയറിക്കൊണ്ട് പോയി മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഓ അപ്പൊ ഈ പറയുന്ന പോലെ ഒരു ഭയങ്കരമായിട്ട് നമ്മൾ ആടിനെ മക്കളെ പോലെ ആടിനെ കണ്ട് സ്നേഹിച്ചു. അപ്പൊ ഈ ആടുകളെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ കൊണ്ടുപോകും, പിന്നെ പുതിയ സെറ്റ് ഓഫ് ആടുകളായിരിക്കും. പക്ഷെ ഞാൻ അന്നേരം അതിനകത്ത് ഒരു ആട് പ്രസവിച്ച ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അതിന് ഞാൻ അന്നേരം ഇവിടെ എന്റെ വൈഫും ഗർഭിണിയായിട്ട് നിൽക്കുമല്ലേ, അപ്പൊ ഞാൻ അതിനെ പേരിട്ടാണ് നബീലെന്ന്. ആ ആടിനെ കൊണ്ടുപോയി എനിക്ക് ഭയങ്കര വിഷമം കരച്ചിലുമായിരുന്നു. പിന്നെ അവിടുത്തെ ഒന്നും പറയാനൊക്കത്തില്ലല്ലോ നമുക്ക്, ഇതിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അങ്ങനെയൊന്നും പറയാനൊക്കത്തില്ല. അവര് കൊണ്ടുപോകും, വളർന്ന് വരുന്നവരും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പിന്നെ പുതിയ ആടുകളെ കൊണ്ടുവരും. അല്ല, എന്ന് പ്രസവമല്ലേ, മിക്ക ദിവസങ്ങളിലും പ്രസവമാണ്. 100-700 ആടുണ്ട്, 10-24 ഒട്ടകമുണ്ട്. ഒട്ടകത്തിനെ പിന്നെ നമ്മൾ വലിയായിട്ട് നോക്കണ്ട, ഭക്ഷണം കൊടുക്കുക, അത് കഴിച്ചിട്ട് അങ്ങ് പോവുക. ആടിനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഓ ശരി. അപ്പം ഞാൻ ആ കാര്യത്തിലേക്ക് വരാം. നാളുകൾക്ക് ശേഷം നമ്മളങ്ങനെ വീട്ടിൽ ഇരിക്കുകയാണ്. ആരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ കൂടെ? നജീബികയുടെ വീട്ടിന്റെ ആരൊക്കെ ഉണ്ട്? ചേട്ടനും ചേട്ടത്തിയും വാപ്പായും ഉണ്ടായിരുന്നു. സിനിമയിൽ ഉമ്മയെ കാണിക്കുന്നത്, പക്ഷെ ശരിക്കും ഉള്ള ലൈഫിൽ ഉള്ളത് വാപ്പയായിരുന്നു. അപ്പൊ അന്ന് സ്വന്തം വീട്ടിലല്ലേ, നജീബ്ക്കയുടെ വീട്ടിലല്ലേ നിന്നിരുന്നത്. അപ്പൊ ഇത്രയും നാള് നമ്മൾ കേൾക്കുന്നില്ല. അപ്പൊ വിചാരിച്ചു ദുബായ് ആയിരിക്കും, അല്ലെ ഗൾഫിൽ പോയി, അപ്പം ബുദ്ധിമുട്ട് എന്തെങ്കിലും ആയിരിക്കും, അല്ലാതെ വേറെ ഒന്നും വിചാരിച്ചിരുന്നില്ലല്ലോ. 1 മാസം കഴിയുമ്പോൾ കത്ത് വരുമായിരിക്കും. 2 മാസം അങ്ങനെ പ്രതീക്ഷിച്ച്, അങ്ങനെയും വന്നില്ല. 2 മാസം കഴിഞ്ഞപ്പോ എന്നെ അങ്ങ് ഞങ്ങളുടെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി. കാരണം നമ്മൾ ഒരു 7-8 മാസമൊക്കെ ആകുമ്പോൾ വീട്ടിൽ പോകുമല്ലോ. വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞ് 3 മാസം ഞാൻ വീട്ടിൽ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പം ഇതുപോലെ അറിഞ്ഞ് കത്ത് വന്നെന്ന്, ഇവരുടെ വീട്ടിൽ കത്ത് വന്നെന്ന് അറിഞ്ഞുകൊണ്ട് എന്റെ വാപ്പായെ പറഞ്ഞ് ഞാൻ വിട്ട്, ഒന്ന് വാങ്ങിച്ചോണ്ട് പോവാ കത്ത്, എന്താന്ന് എനിക്ക് കത്ത് അയച്ചില്ലല്ലോ, അവിടെ അയച്ചല്ലോ എന്ന് അന്നേരം ഞാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ഇവിടെ വാപ്പ വന്ന് കത്ത് വായിച്ചപ്പോഴത്തേനും വായിച്ചു കേട്ടപ്പം എന്നെ കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് കാണിച്ചില്ല കത്ത്. നമുക്ക് വിഷമാവും ഈ സമയം ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ, കൊണ്ട് കാണിക്കാന്ന് വെച്ചാൽ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി ബുദ്ധിമുട്ടില്ല ആള്,
ആള് ജീവനോടുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല, രക്ഷപ്പെട്ട് വരും, വിഷമിക്കണ്ട എന്നൊക്കെയുള്ള കാര്യങ്ങൾ വന്ന് പറഞ്ഞു. അപ്പൊ ചെറിയൊരു ആശ്വാസം കിട്ടി നമുക്ക്. എനിക്കിപ്പോഴാ കാര്യം അറിയിക്കുമ്പോ മനസ്സിന് ഇതാണ്. അതെ, ഭയങ്കര ടെൻഷനായിരുന്നു നമുക്ക്. എനിക്കും ബുദ്ധിമുട്ടുകളായിരുന്നു. അതെ, ഇവരൊന്നും അറിയാത്തോണ്ട് ഗർഭിണിയായിട്ട് നിൽക്കുമല്ലേ, ഛർദിലും ബുദ്ധിമുട്ടും എപ്പോഴും ഹോസ്പിറ്റലും ഒക്കെ ആയിട്ടാ മാസങ്ങൾ കഴിച്ചു കൂട്ടി. പക്ഷെ എന്തൊരു സ്നേഹമുള്ള ഭർത്താവാണ് സ്നേഹമാണ് അല്ലേ? അതെ, അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല ആ ഭാഗ്യം. എത്രയോ പേരുടെ ഭർത്താക്കന്മാർ ഇവിടുന്ന് എല്ലാ ദിവസവും വിളിക്കുന്നൊക്കെ ഉണ്ടാവും, കാണുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത്രയും അധികം സ്നേഹം, അത് ഇന്നും നിങ്ങൾ തമ്മിൽ ഭാര്യ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചല്ലേ, സ്വന്തം ബുദ്ധിമുട്ടിനെക്കാട്ടിലും ആൾക്ക് നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിലാണല്ലോ എന്നുള്ള സങ്കടമാണ്. ഒടുവിൽ എത്ര നാൾക്ക് ശേഷമാണ് നജീബ് ഖാനെ കണ്ടത്? 2 വർഷവും 2 മാസവും കഴിഞ്ഞു. അപ്പോഴേക്കും കുഞ്ഞിന് ഓൾമോസ്റ്റ് ഒരു 2 വയസ്സാവാറായി. കഴിയാറായി. അപ്പോഴത്തേന് വന്നന്ന് ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചത്. അപ്പൊ പറഞ്ഞു ഇനി അത് അറിയണ്ട, ഇത്രയും വിഷമിച്ചില്ലേ, ഇനി അത് ഓർത്ത് അറിയണ്ട, ഞാൻ തിരിച്ചു വന്നല്ലോ എന്നും പറഞ്ഞു. ഒന്നും പറഞ്ഞില്ലല്ലോ, കാര്യങ്ങളെ ഒന്നും പറഞ്ഞു തന്നില്ല. പിന്നെ നോവൽ വായിച്ച ഞാൻ പൂർണ്ണമായിട്ടും എല്ലാം അറിഞ്ഞത്. അത് ഞാനിങ്ങനെ കൊറേ സ്ഥലത്ത് പറയുന്ന കേട്ടു, അപ്പോഴാണ് അറിഞ്ഞില്ലേ. ഒത്തിരി നമ്മള് ഇത് വിഷമിപ്പിക്കണമെന്ന് പറഞ്ഞ് മറച്ചു വെക്കും. അതെ, പിന്നെ കാരണം നമ്മള് വിഷമിച്ചു, പിന്നെ നമ്മള് പിന്നെ ഒരാളെ വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും അത് അനുഭവിച്ച് കഴിഞ്ഞു. അതെ അതെ, നമ്മൾ അനുഭവിച്ചോണ്ടത് നമ്മൾ അനുഭവിക്കണം. അതെ, ഇപ്പൊ നമുക്കതൊരു സുഖം കിട്ടിയോണ്ടില്ലേ. അതെ, ഞങ്ങള് സ്വപ്നത്തിൽ ഇപ്പൊ ഭയങ്കര സൂപ്പർ സ്റ്റാർസ് അല്ലേ? ഇപ്പൊ എവിടെ പോയാലും എല്ലാവർക്കും അറിയാം, കാണാം. പ്രാർത്ഥന എപ്പോഴും ഉൾപ്പെടുത്തും, ഞങ്ങളെ സഹായിച്ചവരെല്ലാരും. തീർച്ചയായിട്ടും. ഇപ്പൊ ഒരിക്കലും ഇത് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഫ്ലൈറ്റിലൊക്കെ കേറിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പണ്ട് നജീബൊക്കെ കയറുമ്പോ അവിടെ എത്തിയിട്ട് എങ്ങനെയോ എന്തോ സൗദിയൊക്കെ അവിടെ പോയിട്ട് എന്താണോ അത് അങ്ങനെ ആവലാതിയാണ്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമ്മളൊരു ഹോളിഡേക്ക് വരികയല്ലേ. അതെ, നമ്മളിപ്പോ അന്നെന്ന് പറഞ്ഞാൽ നമ്മള് ജോലിക്ക് വേണ്ടി പോവാണ്. ഇനിയിപ്പോ നമ്മൾ ഇവിടെ തിരിച്ചു പെട്ടെന്ന് പോകുന്നൊരു സന്തോഷത്തോടെ വരുന്നത്. ഈ എയർപോർട്ടിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാരും നിങ്ങളെ കണ്ട് തിരിച്ചറിയലും ഫോട്ടോ എടുക്കലും? തിരുവനന്തപുരത്ത് വന്നിട്ട് എന്തോ രാശിയാണിങ്ങനെ താഴോട്ടും കുഞ്ഞാ പോയത്. അതെ അല്ലേ? ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞ മാസ്ക് ഉണ്ടെങ്കിൽ നല്ലതാണ്, യാത്രക്ക് ബുദ്ധിമുട്ടാവും, പക്ഷെ മാസ്ക് കരുതിയില്ല. പക്ഷെ ഇന്നലെ വന്ന് ലാൻഡ് ചെയ്ത സമയത്ത് ഒരു ക്യാപ്ഷൻ കൊടുക്കണമല്ലോ. ഞാൻ വന്ന് നജീബ് ക വീണ്ടും പ്രവാസ ലോകത്തേക്ക്. പക്ഷെ ഇപ്പോൾ വന്നത് സെലിബ്രിറ്റി ആയിട്ടാണ് എന്നുള്ളത്. ഇപ്പോഴത്തെ ലാൻഡിങ് ഒരു സെലിബ്രിറ്റി ആണല്ലോ, അത് ഒരു മെൻഷൻ. കാരണം ഇപ്പം പഴയ നജീബ് ആയിട്ടല്ല വന്നിരിക്കുന്നത്, സെലിബ്രിറ്റി ആയിട്ടാണ്. അപ്പൊ ഞാനത് അവർ തന്നെയാണ് ഉണ്ടായിരുന്നത്. തീർച്ചയായും. അപ്പൊ എന്തായാലും ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചു. ഇപ്പൊ 2.5 വർഷമായി നാട്ടിൽ പോയത്. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് ബഹ്റൈനും കഴിഞ്ഞിട്ടാണ് പിന്നെ നാട്ടിൽ പോയത്, അതോ നേരെ 3 മാസം കഴിഞ്ഞ് അന്ന് വീട്ടിൽ വന്ന് 5 വർഷത്തോളം പിന്നെ നാട്ടിൽ നിന്ന് മോളായി അതൊക്കെ കഴിഞ്ഞ ഒരു വീട് വേണം, അങ്ങനെയൊക്കെ ഇത് ഒന്നിച്ച് ഞങ്ങള് താമസിച്ചോണ്ടിരുന്ന. അപ്പൊ ചേട്ടന് വലിയൊരുപായിട്ട് വന്നു. പിന്നെ പിന്നെ ഞങ്ങളിവിടെ ഒന്നിച്ച് താമസിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മക്കള് ഇപ്പൊ 2 പിള്ളേരായി. നമുക്ക് സ്വന്തമായിട്ടൊരു വീട്, ആദ്യം 5 സെന്റ് സ്ഥലമുള്ളത് വിറ്റിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. അതും നമ്മുടെ മനസ്സിലൊരു വിഷമല്ലേ, വീട്ടിലുള്ള സ്ഥലവും വിറ്റിട്ട് പോയതുകൊണ്ട് പിന്നെ അതെന്നും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ വിഷമം പിന്നെ നമ്മുടെ ഭാര്യയുടെ ആങ്ങളക്ക് മനസ്സിലായി കാര്യങ്ങളെല്ലാം. കാരണം പുള്ളി വിറ്റുവെന്ന് കണ്ടപ്പോഴത്തെ അവിടുത്തെ ജീവിതത്തെ കുറിച്ച് മനസ്സിലായപ്പോൾ പിന്നെ പോയിട്ട് ഒരു ഫ്രീ വിസ അയച്ചത് എനിക്ക് തന്നു. എന്റെ ചോദിച്ച് അവിടെ പോകാൻ ധൈര്യം ഉണ്ടോ, ഒരിക്കൽ കൂടെ വരാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. സഭ്യത്തെ പറഞ്ഞു ഇതുപോലെ വേണ്ട, ഇനി പോകണ്ട, ഇനി നമുക്കുള്ളത് കൊണ്ട് ഇവിടെ തന്നെ കഴിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളിവിടെ നിന്ന് നമുക്ക് ജീവിച്ചിങ്ങനെ പോകാനേ പറ്റത്തുള്ളൂ. കാരണം ഒരു വീടില്ല, 5 സെന്റ് സ്ഥലമില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ ഒന്നുകൂടെ പോയി എന്തായാലും അളിയൻ്റെ അടുത്തോട്ടല്ലേ ഞാൻ പോകുന്നത്, അതുകൊണ്ട് എനിക്ക് ആ ഒരു അനുഭവം വരത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ പോയത്. അങ്ങനെ പോയി അവിടെ ചെന്ന് ഇറങ്ങി 2-3 ദിവസം അളിയൻ്റെ റൂമിൽ നിന്നിട്ട് അളിയൻ്റെ ഒരു കൂട്ടുകാരനാണ് സുനിൽ, മാവേലിക്കരയുള്ള. അപ്പൊ സുനിലിൻ്റെ അടുത്ത് ഇതുപോലെ ഞാനൊരു ജോലിക്ക് വേണ്ടി ചെല്ലുകയാണ്. സാറേ ഞാൻ ഇതുപോലെ നാട്ടിൽ നിന്ന് വന്നാൽ എനിക്ക് ഒരു ജോലി എവിടെ നിന്നെങ്കിലും ഒപ്പിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ സുനിലേട്ടൻ പറഞ്ഞു എൻ്റെ ഒരു ജോലിയുണ്ട്, അത് ഞാൻ ചെയ്യത്തില്ലെന്ന് പറയും. അപ്പം ഞാൻ പറയാം ഞാൻ ചെയ്ത പോലുള്ള ജോലി ലോകത്താരും ചെയ്ത് കാണത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം എന്ത് ജോലിയാടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങൾ അടുത്തോട്ട് പറയുമ്പോൾ അയാൾ അങ്ങ് ആപ്പാട് ഇതായിപ്പോയി. ഓക്കെ കുഴപ്പമില്ല, ഞാൻ 2 ദിവസത്തേക്കുള്ള ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ US നേവിക്കകത്തവരൊക്കെ ജോലി ചെയ്യുന്നത്, അമേരിക്കൻ്റെ. അപ്പോൾ അവിടാണ് ബെന്യാമിൻ സാറും ജോലി ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ കഥ അങ്ങോട്ട് പോകുന്നത്, അവിടെ വെച്ചാണ് ഈ കഥ എഴുതുന്നത്. നമ്മൾ ഈ കഥ എഴുതുമ്പോൾ ഇതുപോലൊന്നും വരും. ഞാൻ അന്നേരം പറഞ്ഞു ഇല്ല, ഞാനത് മറക്കുന്ന കാര്യങ്ങളാണ്, ഇനി ഞാൻ കഥയെല്ലാം ഒന്നും വരുന്നില്ലെന്ന് പറഞ്ഞു. പുള്ളി അമ്മയ്ക്ക് പിന്നെ കുറച്ച് 8 മാസം എൻ്റെ പുറകെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ നടന്നാണ് ഈ കഥ എഴുതുന്നത്. ഞാൻ എനിക്കും അവിടെ തന്നെ US നേവിക്കകത്ത് ഒരു ആക്രി പറക്കുന്ന ജോലി, അതായിരുന്നു എൻ്റെ ജോലി. എങ്കിലും ഞാൻ 20 വർഷം ആ ജോലി തന്നെ ചെയ്തുകൊണ്ടാണ് 5 സെന്റ് സ്ഥലം ഒരു വീടും വെച്ച് എൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ചു. ഒരു പക്ഷേ നജീബ് കയുടെ സിറ്റുവേഷനിലുള്ള
എത്രയോ മലയാളികൾ നമുക്ക് നമ്മുടെ ചുറ്റും അറിയാം. ഇവിടെ കാഫറ്റേരിയയിൽ ജോലി ചെയ്യുന്നവർ, കൺസ്ട്രക്ഷനിൽ ജോലി ചെയ്യുന്നവർ, അവർ 2-3 വർഷം, കഴിഞ്ഞ ദിവസം നമ്മളൊരു വ്യക്തിയുടെ 7 വർഷമായിട്ട് നാട്ടിൽ പോയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനെയൊക്കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ 7 വർഷമായിട്ട് ഒരാൾ നാട്ടിൽ പോയില്ലേ. നമ്മൾ ഒരു മാസത്തെ 7 പ്രാവശ്യം പോകുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം നമ്മൾക്ക് ഇവരെന്താ പോകാത്ത? അപ്പോൾ ഇത്രയും നാൾ ഇവർ നിൽക്കുന്ന ഇവരെ കുടുംബത്തിൽ ഇതുപോലെ പെങ്ങന്മാരെ കെട്ടിക്കാനുണ്ടാവും, വീട് വെക്കാനുണ്ടാകും, അതുപോലെ നാട്ടിൽ കടമുണ്ടാകും, അച്ഛൻ വരുത്തി വെച്ച കടമുണ്ടാകും. ഇതെല്ലാം വീട്ടി സ്വന്തം കല്യാണം പോലും കഴിക്കാൻ നിൽക്കുന്നവരുണ്ട്. കുട്ടിയായിട്ട് ഒരു 2 വർഷത്തിന് ശേഷം, ഇന്നത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്, അവർക്ക് ഫ്ലൈറ്റ് എടുക്കാൻ നാട്ടിൽ പോകാൻ വേണ്ട, ആ ഫ്ലൈറ്റിൻ്റെ കാശും കൂടെ നമ്മൾ നാട്ടിലേക്ക് അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് വന്ന് അവരോടൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് റേഡിയോയിലിരുന്ന് പറയായിരുന്നു, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് നാട്ടിൽ പോയിക്കൂടെ? നിങ്ങൾക്ക് അവരെ പോയി ഒന്ന് കണ്ടൂടെ? ഇത്രയും അധികം നിങ്ങൾ ഇവിടെ കിടന്ന് നിങ്ങളുടെ ഒരു നല്ല ജീവിതം ഇവിടെ കിടന്ന് ഇങ്ങനെ കളയണമെന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും നജീബൊക്കെ തന്നെ നോക്കൂ, അന്ന് അവിടെ നിന്ന് തിരിച്ചു പോയി, പിന്നെ വീണ്ടും ഗൾഫിലെത്തിയിട്ട് നമ്മൾ ഈ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന പണം കൊണ്ടാണ് മക്കൾ കല്യാണം കഴിഞ്ഞതും. ഇപ്പം വീടൊക്കെ വെച്ചോ? നമ്മൾ ഒരു 2 മുറിയുടെ ചെറിയ വീടും വെച്ചു. പക്ഷെ നമ്മുടേതായ ഒരു വീടുണ്ട് അല്ലേ? പിള്ളേർക്ക് കയറി വരാനും മകൾക്കായാലും മകനായാലും ഒക്കെ കയറി വന്ന് താമസിക്കാൻ നമ്മുടെ ഒരു വീടായി ജീവിക്കുന്നേ. അതല്ലേ ഏറ്റവും സന്തോഷം അല്ലേ? ബാക്കിയൊക്കെ കെട്ടിടാവുന്നേ ഉള്ളൂ. വീടാവണമെങ്കിൽ അതിനകത്ത് നമ്മൾ സന്തോഷമായിട്ടിരിക്കണം. നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കാറുണ്ടോ? സത്യം പറ. പെട്ടെന്ന് മാറും, വഴക്കൊക്കെ പറയും. എന്താ നജീബ് എന്താ വിളിക്കുന്നേ? മച്ചാന്നാ വിളിക്കുന്നത്. എന്റെ അപ്പച്ചിയുടെ മകനായിരുന്നു. ഞങ്ങള് ബന്ധുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും. മച്ചാന്ന്. ഓക്കെ. അപ്പൊ മച്ചാനുമായിട്ട് ഇടയ്ക്ക് നമ്മളൊരു ഇതൊക്കെ കൂടുകയാണെങ്കിലും അപ്പൊ തന്നെ നമ്മള് മാറും. ഓ അടിപൊളി. ഓക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഇപ്പൊ ഉള്ളത് ഞാനും മച്ചായും മക്കളും മോളും വീട്ടിലുണ്ട്. ഇപ്പൊ മരുമോൻ വന്നിട്ട് അവര് വേറെ മാറും, സൗദിന്ന് വന്നിട്ട്. ഓക്കെ. അപ്പൊ കൊച്ചുമക്കളൊക്കെ ആയിട്ട് ഇപ്പൊ ഞങ്ങൾ ഇത്രയും പേരും വീട്ടിലുണ്ട്. അപ്പൊ നജീബൊക്കെ രാവിലെ എപ്പോ ജോലിക്കൊക്കെ പോകുന്നേ? ഞാൻ രാവിലെ 5:30 നമ്മുടെ കൂട്ടുകാര് പിള്ളേർ ഈ പൊങ്ങറിയാവോ? അറിയത്തില്ല. പൊങ്ങ് അതല്ല, തെർമോക്കോളിന്റെ വള്ളം പോലത്തെ ഒരു സാധനമുണ്ട്. അതിനകത്ത് ഒരാള് പോയി മീൻ പിടിക്കാൻ പോകും. അപ്പൊ ആ കൊണ്ടുവരുന്ന മീൻ ഞങ്ങള് 3 പേര് ഇന്ന് കരയിൽ നിന്ന് അഴിച്ചു കൊടുക്കും. അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ ജോലി. അത് ശരി. അതിപ്പോ അതൊരു ഫിക്സ്ഡ് ജോലിയല്ല. എന്നാലും ഞങ്ങൾക്ക് ചിലപ്പോൾ 300 കിട്ടും, ചിലപ്പോൾ 500 കിട്ടും, ചിലപ്പോൾ 1000 കിട്ടും, ചിലപ്പോൾ 2000 കിട്ടും. അപ്പൊ 2ാമത് പ്രാവശ്യം ഈ ബഹ്റൈനിൽ പോയിട്ട് നമ്മൾ നിർത്തി വരാനുള്ള കാരണം? സാധാരണ പിന്നെ ഇവിടെ ഞങ്ങൾ ആ നിന്ന കമ്പനി ഇതായി, അപ്പൊ പിന്നെ വയസ്സുമായി. പിന്നെ അവിടെ തന്നെ അങ്ങനെ മുഴുവൻ കുടുംബം ഇവിടെ ഉണ്ട്. 7 പേരെയാണ് അല്ലേ? നമ്മള് 8 പേരെയാണ് കൊണ്ടുവന്നത്. അതില് കുഞ്ഞു പിള്ളേർ എല്ലാരും കൂടെ കൂട്ടിയിട്ടാണോ? പിന്നെ ആ കുഞ്ഞിന് പാസ്പോർട്ട് റെഡിയായില്ലായിരുന്നു. എന്നിട്ടും ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ആ കുഞ്ഞുങ്ങളെ പാസ്പോർട്ട് എടുപ്പിച്ച് ഞങ്ങളെല്ലാം കൊണ്ടുവരാൻ ഒരു മനസ്സ് കാട്ടിയ ഞങ്ങൾ എന്ത് മതിയാകത്തില്ല. 8 പേരില് ഞാൻ ആദ്യം പറഞ്ഞ എനിക്ക് ഇത്ര പേരാണ്. ഞാൻ പറഞ്ഞ എല്ലാവരും വരട്ടെ, കാരണം നിങ്ങളെ സന്തോഷത്തിന്റെ കൂടെ ആരൊക്കെ പറഞ്ഞ് എന്റെ ഒരു കസിനും കൂടെ ഞാൻ പറഞ്ഞു അവരും കൂടെ വരട്ടെ. നിങ്ങളെ സന്തോഷത്തിന് എന്തിട്ട് അതിനൊരു തടസ്സം വരരുത്. പിന്നെ കുഞ്ഞിക്ക് പാസ്പോർട്ടിലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം കരുതി പെരുന്നാളിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തില്ല 8-ന് വരാന്നുള്ളത്. പക്ഷെ അത് പറഞ്ഞ എന്റെ മകളെ മാത്രം, മകള് ഡ്രസ്സൊക്കെ എടുത്തു പോയി വരാൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെ നമുക്ക് ഒന്നിച്ചിട്ട് വരാം. അങ്ങനെ 2 ദിവസത്തേക്ക് മാറ്റിയിട്ടാണ് ഞാൻ ഇന്നലെ. അതെ. അതൊരു യോഗമാണ് അല്ലേ? അങ്ങനെ നമുക്ക് വരാൻ പറ്റും. വഴിയിലല്ല ഇതൊക്കെ കണ്ട് ഞാൻ ഇരുന്ന്. നാട്ടില് ഭയങ്കര ചൂടല്ലേ ഇപ്പം? ഭയങ്കര തീച്ചൂട്. അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ചൂട് എങ്ങനെയുണ്ട്? ചൂടില്ല, ഇവിടെ കൊച്ചിനതാണ് അവിടുത്തെ അപേക്ഷിച്ച്. അതെ, നമ്മൾ അകത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര തണുപ്പ്. അപ്പൊ എന്തായാലും ഇനി മരുഭൂമിയിലേക്കൊക്കെയുള്ള ചെറിയ യാത്രയൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതിനെ ഒരു പഴയ ഒരു കഥയായിട്ട് അങ്ങനെ വിചാരിച്ചാൽ മതി. നജീബൊക്കെ എന്തായാലും അത് അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ അതൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ അനുഭവിച്ച് നമ്മളിങ്ങനെ കേട്ടറിഞ്ഞില്ലല്ലോ. അതെ, എങ്ങനെയാണ് അല്ലേ? കണ്ടാ കൊള്ളാവുന്നുണ്ട്. അതെ. അപ്പൊ പെരുന്നാൾ ഞാൻ മാത്രമേ ഇതിന്റെ ലോഞ്ചിങ്ങിന് വല്ല പടം റിലീസായപ്പോ പോയിട്ടുള്ളൂ. ഇവരാരും പോയില്ല. അവര് നോയമ്പൊക്കെ ആയിരുന്നു. അതെ, പെരുന്നാൾ കഴിഞ്ഞൊക്കെ പോകാനിരിക്കുമ്പോഴായിരുന്നു അങ്ങനെ. സിനിമ കണ്ടില്ലേ? ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇവിടുന്ന് കണ്ടാലോ നമുക്ക് സിനിമ? നമ്മുടെ മാക്സ് സ്ക്രീനിലുണ്ട്, സിറ്റി സെന്ററിൽ. അവിടെ ഇരുന്നാ ഞാൻ കാണുന്നത്. ഭയങ്കര വലിയ സ്ക്രീനിൽ, ഏഷ്യയിലെ തന്നെ വലിയ സ്ക്രീൻ. അവിടെ ഇരുന്ന് നമുക്ക് കാണാം. പൃഥ്വിരാജ് നജീബൊക്കെ ആയിട്ട്. ഞാൻ ചാടാൻ നേരത്തെ ആ പാഞ്ചിരുന്ന രംഗമുണ്ട്, കണ്ടായിരുന്നു? ഏത് രംഗം? പാന്റ് ലൂസായി പോയ പാന്റ് ഇടുന്നത്. കറക്റ്റ് അതൊക്കെ ആണല്ലേ? അപ്പൊ ഇപ്പൊ ഇരിക്കുന്നതിനെക്കാട്ടി ഒരുപാട് ക്ഷീണിച്ചിരുന്നു. ഞാനിപ്പോ നന്നായിരിക്കും. അപ്പൊ ഇതിന്നും മെലിഞ്ഞ ഒരാൾ ഇരിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അപ്പൊ ഞാൻ നാട്ടിലോട്ട് കയറി ചെല്ലുമ്പോ, വീട്ടിലോട്ട് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഈ മോൻ
വാപ്പ എല്ലാം ഉണ്ട് വീട്ടിൽ. അപ്പോൾ എൻ്റെ വാപ്പ പറഞ്ഞത്, ആ മോനെ നിൻ്റെ വാപ്പ അതേ വന്നടാന്നും പറഞ്ഞ് എൻ്റെ വാപ്പ അല്ലെന്ന് പറഞ്ഞ് ഒരു മുട്ടയടിച്ച ഒരാളാന്ന് പറഞ്ഞ് തിരിഞ്ഞു പോയി. ജയിലിൽ കിടന്ന് ജയിലിൽ കിടന്ന് ആപ്പാട് മുട്ടയടിച്ച ഒരു ഇതായിട്ടൊക്കെയാണ് വന്നു. അങ്ങനെ 2.5 വർഷത്തിന് ശേഷം ആളെ ഇങ്ങനെ കണ്ടപ്പോ എന്തായിരുന്നു സത്യം പറഞ്ഞാൽ? പൊട്ടിക്കരച്ചിലായിരുന്നു. പിന്നെ നമ്മള് ഭക്ഷണം കൊടുത്ത് നന്നാക്കി എടുത്ത് അല്ലേ പിന്നെ ശരിക്കും തടി വെച്ചു. എന്തായാലും അതൊരു ജീവിതം ഇനി അതുപോലെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരും അവരവരുടെ കുടുംബത്തോടൊപ്പം, എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും അവരുടെ കുടുംബത്തോടൊപ്പം ഉണ്ടാവട്ടെ അല്ലേ. ഒരാൾ മാത്രം മാറി നിന്ന് ഇങ്ങനെ ഇതെല്ലാം അനുഭവിക്കുന്ന പലരും, നജീബിക്കെ പോലെ പലരും അവരെ വീട്ടുകാരെ അറിയിക്കാതെ ആയിരിക്കും ഇവിടെ നിന്ന് ഇതുപോലെ കഷ്ടപ്പെടുന്നത്. അതെ, അപ്പൊ അതുണ്ടാവരുത്. എല്ലാവരും ഒറ്റപ്പെടരുത്. ഈദ് വരുമ്പോ എല്ലാരും കുടുംബത്തോടെ നിൽക്കും. ഇവിടെ ഒരാൾ മാത്രം ഒറ്റയ്ക്ക് നിൽക്കുന്നു. നജീബിക്ക് അവിടെ നിന്ന സമയത്ത് ഈദുണ്ടായി, പിറന്നാളുകൾ ഉണ്ടായി അല്ലെ, എന്തൊക്കെ ഉണ്ടായി. പക്ഷെ അതൊന്നും ആളറിയുന്നില്ല. അതിനകത്ത് പറയുന്ന പോലെ നമുക്ക് തീയതിയും ദിവസങ്ങളും ഒന്നും അറിയുന്നില്ല. എത്ര നാളായി ഇവിടെ വന്നിട്ടെന്നുള്ളത് പോലും അതെല്ലാം വിട്ടുപോയി മനസ്സിൽ നിന്ന്. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ പോണവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു മൊബൈലുമായിട്ടാണ് മുന്നേ. അതുകൊണ്ട് ആർക്കും അങ്ങനെ സംഭവിക്കത്തില്ലെന്ന് ഉറപ്പാണ്. പിന്നെ അങ്ങനെ എന്നെപ്പോലുള്ള അത്രയുള്ള ഇത് ഇനിയിപ്പോൾ ആർക്കും സംഭവിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം അവിടെ മസറെ പോകുന്നെങ്കിലും എല്ലാവരും ഇപ്പോൾ മൊബൈലും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം അവിടുത്തെ മീഡിയക്കാരൊക്കെ ചില മരുഭൂമിയിലെല്ലാം അന്വേഷിക്കുന്നുണ്ട്. ശരി 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 ശരി. ഇതിപ്പോ ശരിക്കും റോഡിൽ നിന്ന് ഇത്രയും ഉള്ളിലായിപ്പോയി. അതാണ് ചാടാൻ 1.5 ദിവസം എടുത്ത്. എല്ലാം ഇങ്ങനെ തന്നെയാണോ? അതോ നമ്മുടെ ക്യാമ്പ് മാത്രമേ അങ്ങനെ ആയിരുന്നുള്ളൂ? അതോ ഞാനത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ശരി. ഈ വരുന്ന വഴിക്കൊന്നും വേറെ ഒരു ക്യാമ്പ് റോഡിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലൊക്കെ കണ്ടത്. ഓ ഓ ഓ ഓ ഓ ശരി ശരി. അപ്പൊ ഈ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ റോഡിൽ വന്ന ഒരാളാണോ വണ്ടി നിർത്തി നമ്മളെ കയറ്റിക്കൊണ്ട് വന്നത്? ഒരു നല്ല ഒരു അറിവ് പറയാൻ പറ്റത്തില്ല. അതേപോലുള്ള എന്നെ ആ വണ്ടിയെ തൊടാൻ പോലെയുള്ളതില്ല. കാരണം അത്രയ്ക്ക് ഞാൻ ആ പാട് വെറുതെ രൂപമായിട്ടിരിക്കുമല്ലേ, കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യാതെ. എന്നിട്ടും ആ പുള്ളി എന്നെ ഒന്ന് കൊണ്ടുപോയിട്ട് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് കയറാൻ പറഞ്ഞു. കയറി റിയാദ് പറ്റിയെന്ന് പറഞ്ഞ്. അപ്പോൾ കയറി ഇരുന്നോളാൻ പറഞ്ഞു. ഒരുപാട് ഓടണമെന്ന് ഞാൻ ചെക്ക് പോസ്റ്റ് കഴിച്ചാൽ കൊണ്ട് വിട്ട് തന്നത്. വിട്ട് തന്നിട്ട് ഒരു കടയുടെ ഭാഗം കൊണ്ട് ഇറക്കി തന്നിട്ട് അങ്ങ് പോയി. ഒരു കുപ്പി വെള്ളം തന്നായിരുന്നു എനിക്ക് ആദ്യം കയറിയ ഉടനെ തന്നെ. സിനിമയിൽ കാണിക്കുന്നുണ്ടല്ലോ അല്ലേ? അതെ അതെ. നല്ല ഇതുപോലെ ഇതാ പറഞ്ഞ അവിടെ ഈ ഒരു കോടിക്കൊക്കെ ഒരാളെ ഇങ്ങനത്തെ എന്റെ അനുഭവത്തിലുള്ളവർ കാണത്തുള്ളൂ. ലോകത്ത് എല്ലായിടത്തും കാണും. പക്ഷെ ബാക്കിയുള്ള നല്ലവരാണ്. അതെ അതെ തീർച്ചയായിട്ടും. അവരെന്നാലും അങ്ങനെ നിർത്തി തന്നല്ലോ. കാരണം കുറെ വണ്ടികൾ പോയി നിർത്തി. പുള്ളിക്ക് അത് മനസ്സിലായി. എൻ്റെ അടുത്തൊന്നും ചോദിച്ചില്ല. എന്നെ കണ്ടാൽ അത് മനസ്സിലാവും. ഞാൻ അങ്ങനെ ഒരു രീതിയായിരുന്നു എൻ്റെത് കണ്ടപ്പോൾ. അപ്പൊ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണെന്നാണ് എന്റെ ധാരണ. കാരണം അതേപോലത്തെ ഒരു വണ്ടി. അതെ അതെ അതെ. ഈ ചെക്ക് പോസ്റ്റ് ഒക്കെ അഴിച്ചു വിടണമെങ്കിൽ പിന്നെ അവരവിടെ തടഞ്ഞു നിർത്തും. അത്രയും ഒരു വലിയ ആളാണെങ്കിലേ ഇതൊക്കെ കടന്നു വരാനൊക്കെ വണ്ടി ചെക്ക് ചെയ്യാതെ അവർ കടത്തി പറഞ്ഞു. കുറച്ച് ഓടിക്കഴിഞ്ഞ് ഒരുപാട് ഓടിക്കഴിഞ്ഞപ്പോ പറഞ്ഞു ഇനി ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ മാറി ഇരിക്കാൻ പറഞ്ഞു. താഴോട്ടന്മാർക്ക് ഇത് പറയുന്നതൊക്കെ അറബിയിലാണ്. അപ്പോഴേക്കും മനസ്സിലായി. എനിക്ക് മനസ്സിലായിരുന്നു. ആംഗ്യം കാണിച്ചിങ്ങനെ തന്ന് അങ്ങനെ താഴോട്ടിരുന്നപ്പോ അന്നേരം എനിക്കറിയാം ഇതാ ചെക്ക് പോസ്റ്റ് എല്ലാം കാണും. പോസ്റ്റ് കഴിച്ചു കൊണ്ടുവിട്ടു. എന്നിട്ട് ആ ഈ പറയുന്ന പോലെ അവിടെ ഒരു കടയും അവിടെ ഒരു ഹോട്ടല് അല്ലേ? അവിടെ ഇതുപോലെ വരുന്ന എല്ലാവരെയും സഹായിക്കാൻ ഒരാളുണ്ടായിരുന്നു അവിടെ അല്ലേ? ആള് കെട്ടിയ എനിക്ക് അന്നേരം തന്നെ പൊറോട്ട ഇറച്ചിയൊക്കെ തന്നു. അന്നേരം ആദ്യമായിട്ട് ഞാൻ നല്ല ഭക്ഷണം കഴിക്കുന്നേ. അപ്പം തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു വല്ല ബന്ധുക്കളും വല്ലതും ഉണ്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു നമ്പരും അവരുടെ അഡ്രസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതെ അതെ. അവിടെ നമ്മുടെ നാട്ടിലുള്ള ആൾക്ക് കുറച്ച് ഞങ്ങളുടെ കൂട്ടുകാർ പിള്ളേരൊക്കെ അവിടെ വന്ന് പെട്ടെന്ന് എൻ്റെ മുടിയൊക്കെ വെട്ടി കാലയിലൊക്കെ മരുന്നൊക്കെ വെച്ച് കാലൊക്കെ പൊട്ടിയായിരുന്നു മരുഭൂമി കൂടെ ഓടിയിട്ട്. പിന്നെ കുളിച്ചെല്ലാം റെഡിയാക്കി 2-3 ദിവസക്കുള്ളിൽ. പിന്നെ അന്നേരമാണ് ഇവിടെ ഭാര്യ പ്രസവിച്ച ആൺകുട്ടിയാണെന്നൊക്കെ അറിയുന്നത്. ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഓടി എൻ്റെ അടുത്ത് വന്ന് വികൃത രൂപത്തിലാണ് ഓടി വരുന്നത്. വെള്ളം ചോദിച്ചു വന്നു. വെള്ളം കൊണ്ട് വന്നപ്പോൾ ആൾ ഓടിക്കളഞ്ഞു. വെള്ളം ഒന്നും കുടിക്കാൻ നിൽക്കുന്നില്ല. അങ്ങനെ ഞാൻ ശരിക്കും കണ്ടു. അയ്യോ കണ്ടു കരഞ്ഞുകൊണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം വിടാന്ന് ഇങ്ങനെ ഭയങ്കര ടെൻഷൻ ആയിരുന്നില്ല? എനിക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാലും ഭയങ്കര ധൈര്യം തന്നെ. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും നമുക്ക് കൈ പൊള്ളുമല്ലോ വീണ്ടും ഒരു അല്ലേ? എനിക്ക് പോവാൻ ഞാൻ എത്ര ധൈര്യം കാണിച്ചെന്ന് പറഞ്ഞാൽ ആങ്ങളെല്ലാം കൊണ്ടുവന്നു. അപ്പൊ അതുകൊണ്ട് അന്നേരം ഞാൻ ഏർപ്പാടിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോ തന്നെ അവിടെ നിപ്പുണ്ട്. അതെ അതെ തീർച്ചയായും തീർച്ചയായും.
എന്തായാലും മുഴുവൻ കുടുംബത്തോടു കൂടി ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായല്ലോ. ഇനിയും ഒരുപാട് ഭാഗ്യം ഉണ്ടാവട്ടെ. കാരണം ഒരു ആയുസ്സിൽ ഒരാൾ അനുഭവിക്കേണ്ട മുഴുവൻ ഏകദേശം ഒരു 3-4 മാസം കൊണ്ട് അനുഭവിച്ച് തീർത്ത ഒരാളാണ്. അപ്പം ഇനി ആളുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. മക്കളുടെ കാര്യത്തിലായാലും കൊച്ചുമക്കളുടെ കാര്യത്തിലായാലും നിങ്ങൾക്ക് എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടാവട്ടെ. ഇനിയുള്ള ഇവിടെയുള്ള ദിവസങ്ങളിൽ അന്ന് പറഞ്ഞില്ലേ ഒരു നല്ലൊരു വ്യക്തിയെ കണ്ടു, അന്ന് അതുപോലുള്ള ഒരുപാട് വ്യക്തികൾ, ഇപ്പം ആഫിയെ പോലെയൊക്കെയുള്ള ഒരുപാട് നല്ല വ്യക്തികളെ നിങ്ങൾ കാണട്ടെ. അപ്പൊ അവരെയൊക്കെ കാണും. ദുബായിൽ നിങ്ങൾ കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തരും. എന്തായാലും ആ ഓർമ്മകളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. മകൾക്കും മരുമക്കൾക്കും എല്ലാവർക്കും വന്നതിനൊക്കെ ഒരു വലിയ താങ്ക്സ് ആഫി. താങ്ക് യു സോ മച്ച്. ഇൻ സച്ച് ഇവരൊക്കെ എല്ലാവരുടെയും ബിഹാഫിൽ നിന്ന് ഞാനും താങ്ക് യു പറയുന്നു. കാരണം ഞങ്ങൾക്ക് കാണാൻ പറ്റി, എല്ലാവർക്കും ഇവർക്കും ദുബായ് കാണാൻ പറ്റി. ഞങ്ങൾക്ക് ഇവരെ കാണുന്നതിനെക്കാട്ടിലും ഇവർക്ക് ഇങ്ങനെ ഒരു ലൈഫിൽ ഒരു സന്തോഷം കൊടുത്തതിന് ഒരു വലിയ താങ്ക് യു. ഓക്കെ, അപ്പം എൻജോയ് ചെയ്യ്. ഇതൊക്കെ അല്ലേ നമുക്ക് ഇവിടെ പോയി നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടും. ഇനി തിരുവനന്തപുരം വേണോ, കൊല്ലം വേണോ, കോഴിക്കോട്, ഏത് സ്ഥലത്തുനിന്ന് ഭക്ഷണം നമുക്ക് ഇവിടെ കിട്ടും. അത് നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടി നല്ല വൃത്തിക്ക് നല്ല രുചിയുള്ള ഭക്ഷണം നമുക്ക് ഇവിടെ കഴിക്കാൻ പറ്റും. പിന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം കാണാൻ പോവാണ്. ഇതുപോലെ ഒന്നും കണ്ടിട്ടില്ല. ഇവിടെ ഉള്ളവർ കണ്ടിട്ടില്ല. എല്ലാവരും ഇവിടെ ഉള്ളവരിൽ പലരും ഈ ബുർജ് ഖലീഫയുടെ മുകളിൽ പോയിട്ടില്ല. അവര് നാളെ പോകും, അല്ലെങ്കിൽ ഇനി ഒരു അവസരത്തിൽ പോകും. കാരണം കാശുണ്ട് അത്യാവശ്യം അതിന്റെ മുകളിൽ കയറാൻ. അപ്പൊ നിങ്ങളെല്ലാരും അവിടെ കയറി കാണാൻ പോവാണ്, മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യാൻ പോവാണ്. ഇപ്പൊ ചെറിയ ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു മാസം മുന്നേ ആയിരുന്നെങ്കിൽ വെതർ ഒന്നും കൂടെ അടിപൊളിയായിരുന്നേനെ. ഞങ്ങള് മിനിയാന്ന് പോയി നോക്കിയപ്പോ 2 കാര്യങ്ങളാണ് ഇതോട് ചേർത്ത് പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഒരു ആടുജീവിതം അറിഞ്ഞപ്പോൾ അവരുടെ ജീവിത രീതി അറിയണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ഇതിനൊരു യാത്ര നടത്തിയിരുന്നു. അപ്പൊ എന്റെ കൂടെ ഫാസിൽ മുസ്തഫ എന്നൊരു ഒരാളെയും കൂടെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം ഇത് 11 വർഷമായി അദ്ദേഹത്തിന്റെ നോമ്പ് മാസം മുഴുവനും ഇവരുടെ കൂടെ ആട് മേയ്ക്കുന്ന ഇവരുടെ മസ്രയിലൊക്കെ പോയി വിസിറ്റ് ചെയ്ത് അവിടെ ഫുഡ് എത്തിക്കുന്നതും എല്ലാ മാസവും 10-ാം തീയതി അദ്ദേഹം എല്ലാ മസ്രയിലും വിസിറ്റ് ചെയ്യും. എന്നിട്ട് അവർക്ക് വേണ്ടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ ഇവിടെ ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു ഫീൽ വന്നത് ഇവരുടെ ഒരു ജീവിതം അദ്ദേഹമായിരിക്കും ശരിക്കും ഒന്നും കൂടെ. അപ്പൊ അദ്ദേഹത്തും കൂടെ നമ്മളെ ഇന്ന് വൈകിട്ട് നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങളെ യാത്ര ഇനിയും കുറെ ആൾക്കാർ, വലിയ വലിയ ആൾക്കാരെ കാണാനും പിടിക്കാനും. പിന്നെ എനിവേ ബിഗ് താങ്ക്സ് ടു 96.7. കാരണം എപ്പോഴും ആദ്യം ആര് വന്നാലും ഒരു നിർബന്ധ ബുദ്ധിയുണ്ട് നമ്മൾ തമ്മിൽ. ആദ്യം വരുന്നത് ITFM-ലേക്ക് ആയിരിക്കും എന്നുള്ളൊരു ഇതിന്റെ ബാക്കിൽ നിങ്ങളെ നമ്പർ തന്ന് ഇമ്മീഡിയറ്റ്ലി ഞാനൊരു അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഫസലു നമ്പർ തന്നിരുന്നു. ഫസലു എനിക്ക് സൗദിയിലുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അവര് നമ്പർ തന്നിട്ട് വിളിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ വിളിച്ചു. അവർ നിങ്ങളെ വിളിച്ച് സംസാരിച്ചു, നിങ്ങളെ കമ്മിറ്റ്മെന്റ് ഒക്കെ എടുത്തു എന്ന് പറഞ്ഞു. പറഞ്ഞു ഒരു കാര്യം ചെയ്യണം, നീ സൗദി മസ്കത്തിന് മകനെ കൊണ്ടുവരണെന്ന്. അപ്പോഴേക്കും മകൻ നാട്ടിലുണ്ട്. എല്ലാവരും കൊണ്ടുവരും, മകന് മിസ് ചെയ്യരുത്. ഇവിടെ മകനെയും കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പം ഭാഗ്യത്തിന് മകനും, കാരണം എല്ലാവരും അവനൊരു മിസ് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പൊ അവനും കൂടെ വന്നപ്പോ ഒരു സന്തോഷം. ഒരു മൊത്തം കുടുംബം മൊത്തം ആയി എന്നുള്ളൊരു ഒരുപാട് വിഷമങ്ങൾ ഡെഫിനറ്റ്ലി ഇപ്പോഴും ഉണ്ടാവും. ആ ഒരു ചെറിയ എന്താ പറയുന്ന ഒരു കുറച്ച് വിഷമത്തിൽ ഇവിടെ ഇപ്പൊ അടുത്തിടയ്ക്കും കൂടെ പോയിട്ടുള്ളൂ. പക്ഷെ അതൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ശക്തി എന്താണെന്നറിയോ? മറവി അല്ലേ? നമുക്കൊന്നും മറക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്കൊന്നും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മളെല്ലാം മറക്കും. അതാണ് ദൈവം തമ്മിലുള്ള ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് നമ്മൾ മറന്നേ പറ്റൂ. എന്നാലേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. നമുക്ക് വിഷമങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, പക്ഷെ നമ്മളത് മറക്കുന്നു, പുതിയൊരു ദിവസത്തേക്ക് കടക്കുന്നു, നമ്മുടെ കർമ്മം നമ്മൾ ചെയ്ത് തീർക്കുന്നു ഈ ഭൂമിയിൽ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും സന്തോഷം മാത്രം ഉണ്ടാവട്ടെ. നജീബ് ക, നിങ്ങൾ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും ഇനി ഒരാൾക്കും ഉണ്ടാകരുത് എന്ന് നജീബൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വേണ്ടി നജീബൊക്കെ അത് അനുഭവിച്ച് തീർത്തതുപോലെ അങ്ങനെ എന്തോ ഒരു ഭൂമിയിൽ ഒരു വലിയൊരു പാവം തീരുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിലൂടെ ആയിരിക്കും. നിങ്ങൾ അനുഭവിച്ച് തീർത്തു നമുക്ക് എല്ലാവർക്കും വേണ്ടി. അപ്പം എന്തായാലും താങ്ക് യു. ഒരിക്കൽ കൂടെ സന്തോഷത്തോടു കൂടി നമ്മുടെ ഈ ഗൾഫ് നാട്ടിലേക്ക് മടങ്ങിയെത്തി. ഇനി സന്തോഷത്തിന്റെ ദിവസങ്ങൾ മാത്രം. താങ്ക് യു വെരി മച്ച്. Stories that make